ഈ ഒരു സീസൺ അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പത്തേനും പഴയ ആൾക്കാരെല്ലാം അല്ലെങ്കിൽ ഈ സീസൺ തുടങ്ങിയ സമയത്ത് കുറച്ച് സിമ്പതി കാർഡ് ഇറക്കിയ ആൾക്കാരൊക്കെ പയ്യെ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ അനിമോളുടെ കാര്യമാണ്. പ്രഹസനം തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും കണ്ടന്റ് വേണമല്ലോ. ആദ്യത്തെ ഒരു 2-3 ആഴ്ച അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച, രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ചയിൽ ഒരു പാവയും പിടിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം കൂടെ തനിക്ക് നേരെ ആക്രമിക്കുന്നു എന്നൊക്കെ വരുത്തി തീർത്ത് കുറച്ച് സിമ്പതി കാർഡൊക്കെ ഇറക്കി കുറച്ച് പ്രേക്ഷകരെ, കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്ത് വെച്ചു. ആ ഒരു ക്ലിപ്പിംഗ്സ് ഒക്കെ പുറത്തിട്ട് അവരുടെ PR ഏജൻസി എല്ലാം സോഷ്യൽ മീഡിയകളിലെല്ലാം പരത്തി ഒരു പാവം എന്നുള്ള ഒരു ലേബൽ ഉണ്ടാക്കിയെടുത്ത് കുറെ പ്രേക്ഷകരെയൊക്കെ സ്വന്തമാക്കിയിട്ട് മുൻപോട്ട് പോകുന്ന അനുമോള് പ്രത്യേകിച്ച് പിന്നീട് കണ്ടന്റുകളൊന്നുമില്ല, ടാസ്കുകളിലൊന്നും പെർഫോമൻസ് ഒന്നുമില്ല, പ്രത്യേകിച്ച് നിലപാടുകളും അഭിപ്രായങ്ങളും ഒന്നും അനുമോളെ സംബന്ധിച്ചില്ല. പിന്നീട് അങ്ങനെയൊക്കെയോ ഈ PR-ന്റെയും അതുപോലെ തന്നെ മുൻപുണ്ടാക്കി വെച്ച ആ ഒരു പ്രേക്ഷകരുടെയൊക്കെ സപ്പോർട്ടിൽ ഇങ്ങോട്ട് പോന്നുകൊണ്ടിരിക്കുന്ന അനുമോൾക്ക് ഇനി പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അവസാന സമയമായി. നമ്മുടെ PR-ന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഉള്ളിലേക്ക് വരുന്നത്. സോ ആ ഒരു കണ്ടന്റ് കൊടുക്കണം. ഇവർക്ക് എന്തെങ്കിലും ഒരു മാസ് പെർഫോമൻസ് ചെയ്തു അല്ലെങ്കിൽ ഒരു മാസ് ഡയലോഗ് അടിച്ചു, കുറച്ച് ക്ലിപ്പിംഗ്സും കുറച്ച് പിക്ചേഴ്സും ഒക്കെ വേണമല്ലോ സോഷ്യൽ മീഡിയകളിലൂടെ പരത്താൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇന്നലത്തെ നമ്മുടെ നെവിനും അനുമോളും തമ്മിലുള്ള ഒരു ഇഷ്യൂ, അതിനകത്ത് നെവിൻ നമ്മുടെ കുലസ്ത്രീ എന്ന് വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ടും അത് നിന്റെ വീട്ടിൽ പോയി നിന്റെ അമ്മൂമ്മയെ വിളിച്ചാൽ മതി എന്ന് അനുമോള് പറയുന്ന ഒരു സംഭവങ്ങളും അതാണിപ്പം കട്ട് ചെയ്തെടുത്ത് വലിയ മാസ് സംഭവങ്ങളാക്കിയിട്ട് ഫാൻസോ അല്ലെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് വേണ്ടി അല്ലെങ്കിൽ അനുമോളെ വോട്ട് ചെയ്യുന്ന കുറെ പ്രേക്ഷകര് പോസ്റ്റ് ആക്കി ഇടുന്നതോ അവർ കമന്റ് ആക്കി ഇടുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എത്ര പേജുകളാണ് സോഷ്യൽ മീഡിയ ഓൺലൈൻ പേജുകളൊക്കെ ഇതുപോലെയുള്ള പല ക്ലിപ്പിംഗ്സും അതുപോലെയുള്ള പല ഫോട്ടോസും എടുത്ത് അവർ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനുമോൾക്ക് വീട്ടിലിരിക്കുന്നവരെ പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. അത് മാസാക്കിയിട്ടൊക്കെയാണ് അല്ലെങ്കിൽ ഒരു മാസ് പരിവേഷമൊക്കെ കൊടുത്തിട്ടാണ് പലരും ഇത് പോസ്റ്റാക്കി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും ദിവസം എടി ബോഡി അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാലും അത് വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇത് നേരെ ഡയറക്റ്റ് ആയിട്ട് വീട്ടിലിരിക്കുന്നവരെ അനുമോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല, അനുമോൾക്കും കുഴപ്പമില്ല. അല്ലെങ്കിൽ അനുമോൾക്ക് സ്ത്രീകളെ മോശമായിട്ട് പെരുമാറി ബിഹേവ് ചെയ്തു, അതുപോലെ എടി ബോഡി വിളിച്ചു എന്നൊക്കെയാണ് അനുമോളും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അനുമോൾക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇന്നലത്തെ ഒരു വഴക്കാണെന്നുണ്ടെങ്കിൽ പോലും വൻ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് നിങ്ങൾ പ്രേക്ഷകർക്ക് എന്താണ് തോന്നിയതെന്ന് അഭിപ്രായം പറയുക. എനിക്കൊരു വൻ കോമഡി ആയിട്ടാണ് തോന്നിയത്. ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വള്ളി പിടിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന രണ്ടുപേര്, അതിൽ മണ്ടനായിട്ടുള്ള നമ്മുടെ നെവിന് എന്ന് ഞാൻ പറയും. വെറും മണ്ടത്തരം തന്നെയാണ്. ഇതിനകത്ത് പോയി ചാടി വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കുന്നു. നെവിനെ വെറുതെ ഒന്ന് പ്രൊവോക്ക് ചെയ്യുകയോ ചൊറിയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നെവിൻ അതിനകത്ത് പോയി വീഴും. അനുമോളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു മാസ് ഡയലോഗ് പുറത്തുനിന്ന് പഠിപ്പിച്ചു വിട്ടിട്ടുള്ള കുറെ ഡയലോഗുകളും കാര്യങ്ങളും സമയാസമയം ഇട്ട് കൊടുത്താൽ മാത്രമല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ഇമേജ് പുറത്തേക്ക് പോകത്തുള്ളൂ. പുറത്തെ ഈ PR ഏജൻസിക്ക് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ലാലേട്ടൻ അടിച്ചിറക്കുവാണെന്നുണ്ടെങ്കിൽ അടിച്ചിറക്കിക്കൊണ്ട് ഞാൻ നിന്റെ വീട്ടിൽ പോയി അല്ലെങ്കിൽ വീട്ടുകാരെ വിളിക്കും എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് മാസ് ഡയലോഗുകൾ ഇങ്ങനെ കറക്റ്റ് സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പൊ കുറെ നാളുകളായിട്ടൊന്നും കണ്ടന്റുകളൊന്നും ഇല്ല ആളെ സംബന്ധിച്ച്. ഇതുപോലെയുള്ള കുറച്ച് കുൽസിത കണ്ടന്റുകളും അല്ലെങ്കിൽ സിമ്പതി കാർഡുകളും ഇതുപോലെ ഒരാവശ്യവും ഇല്ലാത്തടത്തൊക്കെ പോയിട്ട് മാസ് ഡയലോഗ് അടിച്ച് വലിയ മാസ് പെർഫോമർ അല്ലെങ്കിൽ മാസ് ഡയലോഗ് അടിച്ചു എന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനമാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. 2-3 ആഴ്ചയേ ഉള്ളൂ. ഇനിയിപ്പം ലൈവ് ലൈറ്റിലേക്ക് വരണം, അല്ലാന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ മറന്നു തുടങ്ങും. അപ്പം ഈ പറയുന്ന PR ഏജൻസിക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രഹസന കണ്ടന്റ് മാത്രമാണ് നെവിനുമായിട്ടുള്ള വഴക്ക്. അതല്ലാതെ അതിനകത്തൊരു കാര്യവുമില്ല, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്സും ഇല്ല, ഒന്നുമില്ല. അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു മാസ് ഡയലോഗ് അടിച്ചൊരു കണ്ടന്റ് പോകണം. അത്ര മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രഹസനം, പക്കാ പ്രഹസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല പല കണ്ടന്റുകളിലേക്കും ശ്രമിക്കുന്നുണ്ട്, ഒന്നും വർക്കൗട്ട് ആക്കുന്നില്ല. ടാസ്കുകളിലാണെന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ക്യാപ്റ്റൻസി ടാസ്കിലാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ക്യാപ്റ്റനും ആകാൻ പറ്റിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ മാത്രമേ ലൈവ് ലൈറ്റിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ജിസേൽ പുറത്ത് പോയത് കൊണ്ട് തന്നെ ആര്യൻ ജിസേൽ കുൽസിത കണ്ടന്റുകളും പറഞ്ഞ് നടക്കാൻ പറ്റത്തില്ല. അതിനുശേഷം നമ്മുടെ ആര്യനുമായിട്ടൊരു കോംബോ പിടിക്കാനൊക്കെയുള്ള ചെറിയ ഒരു ലൈറ്റ് ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നടത്തി നോക്കുന്നുണ്ടായിരുന്നു. അതും കാര്യമായിട്ട് വർക്കൗട്ട് ആക്കുന്നില്ല. സോ അൾട്ടിമേറ്റ്ലി ഇതുപോലെയുള്ള സിമ്പതി കാർഡുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ തനിക്ക് നേരെ ആക്രമിക്കുന്നു എന്ന രീതിയിൽ ആക്കി തീർക്കുക. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ലൈവിൽ പോലും കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കും. കണ്ടന്റ് അല്ല, മറ്റുള്ളവരെല്ലാരും കൂടി തന്നെ കുറ്റം പറയുന്നു എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കും. അല്ലെങ്കിൽ വരുത്തി തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും കുറ്റവും കുറവും ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ വരുത്തും അനുമോള്. അതാണ് അനുമോളുടെ പൊതുവെയുള്ള ഒരു സ്വഭാവം. ഇപ്പോഴും എല്ലാവരും തന്നെ ആക്രമിക്കുന്നു എന്ന രീതിയിലേക്ക് ആക്കിയെടുത്ത് എങ്ങനെയെങ്കിലും കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രഹസനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർ പ്രോപ്പറായിട്ട് വിലയിരുത്തുക. ഇവരൊക്കെ പക്ക ആക്ടിങ് ആണ്. ഒരു എന്താ പറയുന്ന പ്രേക്ഷകരെ എല്ലാം മണ്ടന്മാരാക്കിക്കൊണ്ട് വെറും സീരിയലിൽ ഒരു സ്ക്രിപ്റ്റ് കൊടുത്ത് ആക്ട് ചെയ്യുന്നത് പോലെ എന്തൊക്കെയോ ക്യാരക്ടർ
പിടിച്ചു വന്ന് അല്ലെങ്കിൽ പ്രോപ്പർ സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറികളൊക്കെ സ്ക്രിപ്റ്റിന് അടിസ്ഥാനത്തിൽ നടത്തി പ്രേക്ഷകർക്കിടയിൽ ഒരു സിമ്പതി പിടിച്ചുപറ്റി മുന്നോട്ട് പോകാൻ എന്നതല്ലാതെ ഒരു അഭിപ്രായങ്ങളോ നിലപാടുകളോ ഒന്നും സ്വന്തമായി പറയാനില്ലാതെ വെറുതെ കുറച്ച് എന്താ പറയുന്ന മുൻപ് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പുള്ള കുറച്ച് ഫെയിമിന്റെ അടിസ്ഥാനത്തിലും ഇവിടെ വന്ന് കിട്ടുന്ന കുറച്ച് സിമ്പതി കാർഡിന്റെ അടിസ്ഥാനത്തിലും കുടുംബ പ്രേക്ഷകരെ പറ്റിച്ചും കിട്ടുന്ന വോട്ടൊക്കെ നേടി ഈ ഒരു സീസൺ വിജയിക്കാമെന്നുള്ള കരുതി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ. അതുപോലെ തന്നെ ബിഗ് ബോസ് ഭയങ്കര ഹ്യൂജ് പേയ്മെന്റ്സ് ഒക്കെ കൊടുത്തു കൊണ്ടുവന്നത് കൊണ്ട് തന്നെ 100 ദിവസം നിൽക്കുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളാണ് അനിമോളെ പോലെയുള്ളവരൊക്കെ. അവർ ഉറപ്പായിട്ടും പറയുകയാണ്, മറ്റു കണ്ടസ്റ്റൻസിനോടും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. 100 ദിവസം അവരെ അവിടെ നിർത്തും, ഇത്രയും പേയ്മെന്റ് തന്ന് കൊണ്ടുവരുന്നതാണ്, അതുകൊണ്ട് അവിടെ നിർത്തും, അതിനുള്ള കണ്ടന്റുകളും ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ അവിടെ നിർത്തും, വിജയിപ്പിക്കും എന്ന് അവർ തന്നെ പറയുമ്പോൾ ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ആണെന്ന് ഇവർ തന്നെ പറയാതെ അല്ലെങ്കിൽ അറിയാതെ പോലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ബിഗ് ബോസ് പോലും നടപടികൾ എടുക്കുന്നില്ല. ജസ്റ്റ് എവിറ്റ് ചെയ്ത് വിടൂ ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ. നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫേവറിസമാണ് അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത്രമാത്രം പേയ്മെന്റ് ഒക്കെ കൊടുത്ത് അവരെ എവിടെ നിർത്തുന്നത് കൊണ്ട് 100 ദിവസവും അവരെ ഇതുപോലെയുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ കുറച്ച് കോൺട്രാവേഴ്സി കണ്ടന്റുകളൊക്കെ പുറത്തേക്ക് വിടുന്നത് കൊണ്ട് തന്നെ 100 ദിവസം ഓട്ടോണ്ടേലും ഇല്ലേലും ഒക്കെ നിർത്തുമെന്നാണ് ഇവര് കണ്ടസ്റ്റൻസ് തന്നെ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ബിഗ് ബോസ് ഇതിനെതിരെയൊക്കെ ആക്ഷൻ എടുത്ത് അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ പുറത്താക്കും. ഈ PR-ന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാതെ മറ്റുള്ള കഷ്ടപ്പെട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് വരുന്ന കണ്ടസ്റ്റൻസിനൊന്നും വോട്ട് ലഭിക്കാതെ അവരൊക്കെ പുറത്തേക്ക് പോകുന്നത് PR-ന്റെ അടിസ്ഥാനത്തിലും പബ്ലിക് സ്റ്റണ്ടും നടത്തിയും ഇതുപോലെയുള്ള ക്ലിപ്പിംഗ്സുകളെല്ലാം സോഷ്യൽ മീഡിയകളെല്ലാം പരത്തി പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ വിജയിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ബിഗ് ബോസിന്റെ ഒരു വാല്യൂ ഉണ്ടാകുന്നത്? ആ ഒരു വിന്നർ എന്ന നിലയിൽ എന്ത് വാല്യൂ ആണ് ഉണ്ടാകുന്നത്? മുൻ സീസണുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര സീസണുകളിൽ അതിന് അർഹരായവർ വിന്നർ ആയിട്ടുണ്ട് എന്ന്. അപ്പം ഈ സീസണിലെങ്കിലും ഇതുപോലെയുള്ള ചവറ് കണ്ടസ്റ്റൻസിനെയൊക്കെ വിജയിപ്പിക്കാതിരിക്കുക. പ്രേക്ഷകരായ നിങ്ങളും പ്രോപ്പറായിട്ട് വിലയിരുത്തിയതിനു ശേഷം നല്ല കണ്ടസ്റ്റൻസിനെ മാത്രം വിജയിപ്പിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.